അംനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറബിക് ഡിഷായ ഫലാഫലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ സാൻഡ്വിച്ചായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അതിന് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതോടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഫലാഫൽ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ചിക്ക് പീസാണ് എടുത്തിട്ടുള്ളത്, അതായത് നമ്മുടെ വെള്ളക്കടല. ഇത് ഞാനിവിടെ ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ പാഴ്സ്ലി ലീവ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കൈപ്പിടി പാഴ്സ്ലി ലീവ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസ്സറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പാഴ്സ്ലി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇത് ഞാനൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില എടുക്കുമ്പോൾ ഇത്ര അധികം എടുക്കരുത്, വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു സവാള, അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതോടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും, കൂടുതലൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്, അതായത് നമ്മുടെ അപ്പക്കാരം സോഡപ്പൊടി എന്നൊക്കെ പറയുന്നത്. ഇതൊരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഫുഡ് പ്രോസസ്സർ അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം, പേസ്റ്റായി പോവരുത്. ഇതുപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിന് ഫുഡ് പ്രോസസ്സറിന് വേണമെന്നില്ല, മിക്സിയുടെ ചെറിയ ജാറിൽ കുറേശ്ശായിട്ട് അരച്ചെടുത്താൽ മതി. പേസ്റ്റായി പോവരുത്. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത പോലെ അരച്ചെടുത്താൽ മതിയാകും. ഇനി ഈ ജാറിലോട്ട് തന്നെ നമ്മൾ കുതിർത്തി എടുത്ത് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, കടല മാത്രം ഇട്ട് കൊടുത്ത് അരച്ചെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ പാഴ്സ്ലി അരച്ചപ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതോടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഈ കടലയും ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ഇതിൻ്റെ പരുവം. നന്നായി അരഞ്ഞ് പേസ്റ്റായി പോവരുത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ആയിട്ടുള്ള പോലെ വേണം. ഇനി നമുക്കിതിവിടെ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ കടല അരച്ചത് കൂടെ ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നില്ല, മാവ് ലൂസാണെങ്കിലൊക്കെ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനും നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്.
പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫലാഫലും ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്ന് കളർ മാറി വരുമ്പോൾ ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പം നമ്മുടെ എല്ലാ ഫലാഫലും ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശമാണിത്. ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്, നല്ല ഗ്രീൻ കളറിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക് യു.